നിയുക്ത US പ്രസിഡന്റ് ട്രംപിന് വളരെ വേണ്ടപ്പെട്ട ആളാണ് ഇലോൺ മസ്ക്. വരാനിരിക്കുന്ന ട്രംപ് ഭരണകൂടത്തിൽ ഇലോൺ മസ്കിന് വളരെയേറെ പ്രാധാന്യം ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ട്രംപ് മസ്കിന് നൽകുന്ന പ്രത്യേക പരിഗണന കാരണം വരാനിരിക്കുന്ന ഭരണത്തിൽ പ്രസിഡന്റ് മസ്ക് ആയിരിക്കുമെന്ന തരത്തിൽ പരിഹാസങ്ങൾ ഉയർന്നു വന്നിരുന്നു. മസ്ക് US പ്രസിഡന്റ് ആകുമോ എന്ന ചോദ്യം ഇപ്പോഴും ഉയർന്നു വരുന്നുണ്ട് എന്നതാണ് സത്യം. എന്നാൽ ഇപ്പോൾ മസ്കിന് എന്നെങ്കിലും പ്രസിഡന്റ് ആകാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് ട്രംപ്. മസ്കിന് പ്രസിഡന്റ് ആകാൻ കഴിയില്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള കാരണവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം പ്രസിഡന്റ് ആകാൻ പോകുന്നില്ല. അത് ഞാൻ നിങ്ങളോട് പറയാം. എന്തുകൊണ്ട് അദ്ദേഹത്തിന് പ്രസിഡന്റ് ആകാൻ കഴിയാത്തത് എന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം ഈ രാജ്യത്തല്ല ജനിച്ചതെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം. ദക്ഷിണാഫ്രിക്കയിലാണ് ഇലോൺ മസ്ക് ജനിച്ചത്. അതേസമയം മസ്കിനെ കുറിച്ച് ട്രംപിന് മികച്ച അഭിപ്രായമാണുള്ളത്. മികച്ച ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നതെന്നും ട്രംപ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. മസ്ക് സർക്കാർ കാര്യക്ഷമതയുടെ പുതിയ വകുപ്പിന്റെ തലവനാകുമെന്നും ട്രംപ് പറഞ്ഞു. അധിക നിയന്ത്രണങ്ങൾ വെട്ടിക്കുറയ്ക്കുക, പാഴ്ചിലവുകൾ നിയന്ത്രിക്കുക എന്നിവ വകുപ്പിന്റെ ചുമതലയിൽപ്പെടുന്നു. സർക്കാരിന്റെ ചിലവ് കുറയ്ക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുമാണ് ട്രംപിന്റെ തീരുമാനം. സർക്കാർ കാര്യക്ഷമത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മസ്കും വിവേക് രാമസ്വാമിയും സർക്കാരിന് പുറത്തുനിന്ന് വൈറ്റ് ഹൌസിന് ഉപദേശം നൽകുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. സർക്കാർ ചിലവുകളുടെ മേൽനോട്ടം മസ്കിന് നൽകുമെന്ന് പ്രചരണ സമയത്ത് തന്നെ ട്രംപ് വ്യക്തമാക്കിയ കാര്യമാണ്. പ്രചരണവേളയിൽ ട്രംപിന് പിന്തുണയുമായി മസ്ക് ഉണ്ടായിരുന്നു. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയം നേടിയ ശേഷം മസ്കിനെ പുകഴ്ത്തി ട്രംപ് രംഗത്ത് വന്നിരുന്നു. മസ്കിനെ സൂപ്പർ ജീനിയസ് എന്നായിരുന്നു ട്രംപ് വിളിച്ചത്. മസ്കിന് നന്ദി പറയുകയും ചെയ്തിരുന്നു. ട്രംപിന്റെ വിജയത്തിൽ മസ്ക് നിർണായക പങ്ക് വഹിച്ചിരുന്നു. ട്രംപ് ഭരണത്തിൽ മസ്കിന് വലിയ പ്രാധാന്യം ഉണ്ടാകുമെന്നും വ്യക്തമാണ്. മസ്ക് ആയിരിക്കും ഭരണം നിയന്ത്രിക്കുക എന്ന ചർച്ചകളും ഉയരുന്നുണ്ട്. ഈ വിമർശനങ്ങൾ സജീവമാകുന്നതിനിടെയാണ് ട്രംപിന്റെ ഈ പ്രതികരണം. അതേസമയം പുതിയ സർക്കാരിന്റെ AI ഉപദേഷ്ടാവായി അമേരിക്കൻ ഇന്ത്യൻ വംശജനായ ശ്രീറാം കൃഷ്ണനെ നിയമിച്ചിരിക്കുകയാണ് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സീനിയർ വൈറ്റ് ഹൌസ് പോളിസി അഡ്വൈസർ എന്ന പദവിയിലേക്കാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത്. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഡേവിഡ് ഒ സാക്സിനെ വൈറ്റ് ഹൌസിന്റെ AI ക്രിപ്റ്റോ കറൻസി ഉപദേഷ്ടാവായി നിയമിച്ചിരുന്നു. ഇദ്ദേഹത്തിനൊപ്പമാണ് ശ്രീറാം ഇനി പ്രവർത്തിക്കുക. ഇലോൺ മസ്കിന്റെ അനുയായിയായാണ് ശ്രീറാം പ്രവർത്തിക്കുക. ഇദ്ദേഹം മൈക്രോസോഫ്റ്റ്, ട്വിറ്റർ, യാഹൂ, ഫേസ്ബുക്ക്, സ്നാപ്പ് എന്നീ സ്ഥാപനങ്ങളിൽ പ്രൊഡക്ഷൻ ടീമുകളെ നയിച്ച വ്യക്തിയാണ്.